Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. This call is now being recorded. Bismillah walhamdulillah wassalatu wassalamu ala ashraf rasulillah wa ala alihi wa sahbihi wasallam. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അസ്റുൽ ഇസ്ലാമിയാണ്. ഇസ്ലാമിക കാലഘട്ടത്തിലെ അദബുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. നമ്മുടെ പരീക്ഷകളിൽ PSC ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അസ്റുൽ ഇസ്ലാമി. ഇതിന്റെ PDF ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്. നമ്മള് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്തെ രണ്ട് ഘട്ടമായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഷിഅർ, അതുപോലെ തന്നെ നസ്ർ. ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള ഷിഅർ, അതുപോലെ തന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള നസ്ർ. അഷ്ഇറുൽ അറബി ഫിൽ അസ്റുൽ ഇസ്ലാമി, ഇസ്ലാമിക കാലഘട്ടത്തിലെ ഷിഅർ. അൽ അസ്റുൽ ഇസ്ലാമി ഔ അസ്റു സദറിൽ ഇസ്ലാം. അസ്റുൽ ഇസ്ലാമി അല്ലെങ്കിൽ അസ്റു സദറിൽ ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദ്യകാലം അല്ലെങ്കിൽ ഇസ്ലാമിക കാലഘട്ടം, ഹുവ അൽ ഫത്രത്തു മിൻ ബിഅസത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം മുതൽ ബിഅസത്തി മുഹമ്മദ് റസൂലൻ ഇലാ മഖ്തലി അലി ഇബ്നു അബി താലിബ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് വരെയുള്ള ഒരു സമയം, അഥവാ ഖുലഫാഉർ റാഷിദീങ്ങളുടെ അവസാനം വരെയുള്ള ഒരു സമയത്തെയാണ് നമ്മൾ അസ്റുൽ ഇസ്ലാമി അല്ലെങ്കിൽ അസ്റു സദറിൽ ഇസ്ലാം എന്ന പേരിൽ നമ്മൾ പറയാറുള്ളത്. അത് ഹിജറ ഏകദേശം ഹിജറയല്ല, മീലാദി 661 വരെയുള്ള ഒരു കാലഘട്ടമാണ്. യുംകിനു അൻ യുമയ്യിസ അഹ്ദൈനി ഫി ഹാദൽ അസ്ർ, ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് അഹ്ദുൻ നബവി വ അഹ്ദുൽ ഖുലഫാ റാഷിദീൻ, നമുക്ക് രണ്ട് നിലക്ക് അതിനെ വീണ്ടും തഖ്സീം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, അതുപോലെ തന്നെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടം. അത് 610 ടു 632, പിന്നെ 632 ടു 661. നമ്മള് ആമുഖമായിട്ട് ഇസ്ലാം അദബും തമ്മിലുള്ള ആ ഒരു സ്ഥാനം എന്താണ്, ഇസ്ലാമിലെ നബിന്റെ കാലത്തുള്ള ഷിഅർ അറബി എങ്ങനെയാണ്, അതുപോലെ തന്നെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് ഷിഅർ എങ്ങനെയായിരുന്നു, ഈ കാലഘട്ടത്തിലുള്ള ഷിഅറുകൾ ഏത് രൂപത്തിലുള്ളതായിരുന്നു എന്ന് തുടങ്ങി അങ്ങനെ ഷുറാ അൽ മുഹ്ളറമൂൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഷുറാ അൽ മുഹ്ളറമൂൻ. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി പറയാം, നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഇസ്ലാം ലിറ്ററേച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. അപ്പം ഇസ്ലാമിൽ അദബിന്റെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഷിഅറിന്റെ സ്ഥാനം എന്താണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുശജ്ജിഉ അശ്ശിഅറൽ ജയ്യിദ് വകാന യസ്തമിഉ ഇലൈഹി വയഅജബു ബിമശ്തമല അലൈഹി മിൻ ഹിക്മ ഹത്താ ഖാൽ ഇന്ന മിനൽ ബയാനി ലസിഹ്റ വ ഇന്ന മിനശ് ശിഅരി അൽ ഹിക്മ ലഹിക്മ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഷിഅറുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല ഷിഅറുകളെ കേൾക്കുകയും അതിലുള്ള ഹിക്മത്തുകളൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൽ ബയാനി ലസിഹ്റ. അത് ഖുതുബയുമായി ബന്ധപ്പെട്ട്, പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അതിലൊരു മാസ്മരികതയുണ്ട്. വ ഇന്ന മിനശ് ശിഅരി ലഹിക്മ, ഷിഅറിൽ കവിതകളിൽ ഹിക്മത്ത് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഖുർആനില് ഷിഅറാക്കളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഖദ് ഹാജമൽ ഖുർആനു അശ്ശുഅറാ അൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ ശാഇരീങ്ങളെ ഖുർആൻ അവരെ എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലദീന കാനൂ യജ്ഹലൂന അർ-റസൂല വയുസബ്ബിതൂന അൻ ദഅവതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ തടസ്സം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ആളുകളെ, മുശ്രിക്കീങ്ങളായ ഷാഇരീങ്ങളെ, അല്ലെങ്കിൽ റസൂലിനെയും അതുപോലെ തന്നെ ഇസ്ലാമിനെയൊക്കെ ഹജാ ചെയ്തിരുന്ന ഷാഇരീങ്ങളെ, അല്ലെങ്കിൽ തെറ്റിലേക്ക് ക്ഷണിക്കുന്ന, കള്ളും പെണ്ണും അങ്ങനെയൊക്കെ ഉള്ളതിലേക്കൊക്കെ ക്ഷണിക്കുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ ഖുർആൻ വളരെ ശക്തമായ രീതിയിൽ എതിർത്തിട്ടുണ്ട്. വശ്ശുറാഉ യത്ബഉഹുമുൽ ഗാവൂൻ എന്ന രീതിയിൽ ഖുർആനിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ വലാകിന്നൽ ഖുർആന ലം യുഹാജിം അശ്ശിഅറ മിൻ ഹൈസു ഹുവ ശിഅർ, പക്ഷെ ഒരിക്കലും ഖുർആൻ ഒരു കവിതയെ കവിത എന്ന രീതിയിൽ അതിനെ എതിർത്തിട്ടില്ല. ഇന്നമാ ഹാജമ ശിഅറൻ ബിഐനിഹി,
കാന യുഇദില്ലാഹ വറസൂലു, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള ഷിഅറുകളെ മാത്രമാണ് ഖുർആൻ എതിർത്തിട്ടുള്ളത്. മാത്രമല്ല ഖദ് അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി മിംബറൻ ലിശാഇർ ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് തന്റെ പള്ളിയിൽ ഒരു മിമ്പർ തന്നെ കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. യൽതഫു ഹൗലഹു അസ്സഹാബ വലമ്മ സ്തഅദന ഹസ്സാൻ ഫി റദ്ദി അലൽ മുശ്രിക്കീൻ അദ്ന ലഹു വഖാല ഉഹ്ജുഹും വമഅക റൂഹുൽ ഖുദ്സ്. ഈ മിമ്പറിന്റെ ചുറ്റും സഹാബികളൊക്കെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ മുശ്രിക്കീങ്ങൾക്കെതിരായിട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സമ്മതം നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു ഹുജുഹും വമഅക റൂഹുൽ ഖുദ്സ്. നമുക്ക് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. നിങ്ങൾ അവരെ ഹജാ ചെയ്യുക, വമഅക റൂഹുൽ ഖുദ്സ്, റൂഹുൽ ഖുദ്സ് ജിബ്രീലിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ആശീർവദിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ആ ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള ഷിയർ ഏതൊരു രീതിയിലുള്ള ഷിയർ ആയിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ PSC വന്ന ഒരു ചോദ്യമായിരുന്നു. ജാഹിലി കാലഘട്ടത്തിലെ ഷിയറിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? അപ്പം ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലെയും ഷിയറിന്റെ സ്വഭാവം അല്ലെങ്കിൽ അത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ഉള്ളത് പഠിച്ചു വെക്കൽ വളരെ അത്യാവശ്യമാണ്. അസുർ സദറുൽ ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള ആ ഒരു ഷിയർ ഇംതിദാദൽ ലിശ്ശിഅരി ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലുള്ള ഷിയറിന്റെ ഒരു പതിപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ചയായിട്ടായിരുന്നു ഷിയർ ഉണ്ടായിരുന്നത്. ലിഅന്ന ശുഅറാഅ ഹാദൽ അസ്ർ ഹും അൻഫുസുഹും ശുഅറാഉൽ അസ്റുൽ ജാഹിലി. കാരണം ഈ കാലഘട്ടത്തിലുള്ള ശാഇരിങ്ങൾ അവർ ജാഹിലി കാലഘട്ടത്തിലുള്ള ശാഇരിങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അമ്മ ഉസ്ലൂബു ശിഅരി ഫി ഹാദൽ അസ്ർ ഫഖദ് ഇഖ്തലഫ ബിശക്ലിൻ യസീർ അൻ ഉസ്ലൂബ് ശിഹ്റിൽ ജാഹിലി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള കവിതയുടെ ആ ഒരു ശൈലി ജാഹിലി കാലഘട്ടത്തിലുള്ള ഷിഅറിന്റെ ശൈലിയായിട്ട് ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. വദാലിക, അതന്നെ എന്തുകൊണ്ടാണ്? മിൻ ഖിലാലി തഅസ്സുരിഹി ബി ഉസ്ലൂബിൻ, അല്ലെങ്കിൽ തഅസീരിഹി ബി ഉസ്ലൂബൈ അൽ ഖുർആനി വൽ ഹദീസ്, ഖുർആന്റെയും ഹദീസിന്റെയും ഉസ്ലൂബ്, അതിന്റെ ആ ഒരു ശൈലിയോട് അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം, ഒരു ശൈലിയിലുള്ള ഒരു മാറ്റം ഉണ്ടായത്. അതുപോലെ തന്നെ തഅസ്സുരി ബി മബാദിഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആ ഒരു അധ്യാപനങ്ങളോടൊക്കെ അതിന്റെ ഒരു എഫക്റ്റ് കാരണത്താലാണ് ഇസ്ലാമിക കാലഘട്ടത്തിലെ ഷിയറിന് ആ ശൈലിയിൽ ഒരു മാറ്റം വന്നത്. അഥവാ നമ്മൾ പറയുന്നുണ്ട്, അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, കാരണം അസ്ർ ഈ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ ഇസ്ലാമിനെ സഹായിക്കുന്ന രീതിയിലുള്ള അർത്ഥങ്ങളായിരുന്നു കവിതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. അല്ലദീ അഹ്മലഹ അശ്ശിഅറുൽ ഇസ്ലാമി ഹിയൽ മആനില്ലതീ നഫാഹൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള ശാഇരിങ്ങൾ ഒഴിവാക്കിയ കാര്യങ്ങളോ അത് ഇസ്ലാം വിരോധിച്ച അല്ലെങ്കിൽ ഇസ്ലാം എതിർത്തിട്ടുള്ള മാനകളൊന്നും അവരുടെ കവിതകളിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഉദാഹരണം കശ്ശിഅരില്ലദീ യദ്ഹൂലിൽ അസബിയ, അസബിയത്തിന് വേണ്ടി ക്ഷണിക്കുന്ന കവിതകൾ. നമുക്കറിയാം ജാഹിലി കാലഘട്ടത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? സ്വന്തം ഖൗമിന്റെ, സ്വന്തം ഗോത്രത്തിന്റെ ഫഹ്ർ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തെറ്റ് ചെയ്ത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ നമ്മൾ ഉന്നതരാണ് എന്ന് തെളിയിക്കാനൊക്കെയുള്ള ഒരു അവസരമായിട്ടായിരുന്നു കവിതകളെ കണ്ടിരുന്നത്. അങ്ങനെയുള്ള അസബിയത്തിന് വേണ്ടി ക്ഷണിക്കുന്ന കവിതകൾ ഇസ്ലാമിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ കൽ ഗസ്ലിൽ ഫാഹിഷ്, അതുപോലെ ശൃംഗാരകാവ്യങ്ങൾ, സ്ത്രീ വർണ്ണനകള്, അതുപോലെ വൽ ഹജാ ഇൽ മുഖ്ദിഅ, വളരെ മോശമായ രീതിയിലുള്ള ഹജാ, വസ്ഫിൽ ഖംർ, ഖംറിനെ അഥവാ കള്ളിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള കവിതകൾ, അതൊക്കെ ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള ഷിഅറുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇസ്ലാം എതിർക്കാത്ത ഈ മാനകളൊക്കെ അത് ശാഇരിങ്ങൾക്കിടയിൽ പ്രചാരം നേടിയിരുന്നു. അതൊക്കെ എല്ലാവരും ആ ഒരു രീതിയിലുള്ള ഷിഅറുകളൊക്കെ പാടിയിരുന്നു. അപ്പം രണ്ട് രീതിയിലുള്ള ഒരു ഷിഅർ ഉണ്ട് ഇസ്ലാമിക കാലഘട്ടത്തിൽ. ഒന്ന് ഷിഅറുൽ ആദി, ഒന്ന് ഷിഅറുൽ ഇസ്ലാമി. സാധാരണഗതിയിലുള്ള ജാഹിലി കാലഘട്ടത്തിലുള്ള ഷിഅറിന്റെ ആ ഒരു തുടർച്ച എന്ന നിലക്കുള്ള ഷിഅറുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിയായ ഷിഅറുകൾ. നമുക്കിതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഷാഇരിങ്ങളുടെ പേരാണ്. മദീനയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഷാഇരിങ്ങളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്, കഅബ് ഇബ്നു മാലിക്, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. അതുപോലെ തന്നെ മക്കയിലുള്ള ഷാഇരിങ്ങളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സബഅരി, വളിറാർ ഇബ്നുൽ ഖത്താബുൽ ഫിഹ്രി, വകഅബ് ഇബ്നുൽ അഷ്റഫ്. അതുപോലെ തന്നെ ത്വായിഫിലുള്ള ഒരു കവികളിൽപ്പെട്ട ആളായിരുന്നു ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്ത്. ഇനി ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് കവിത എങ്ങനെയായിരുന്നു?
استمرت مسيرة الشعر العربي في أحد الخلفاء كما استمر حاله في العصر النبوي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കവിതകൾ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തും കവിതകൾ തുടർന്നു പോയിരുന്നത്. അത് ഖലഖത് മആരിക്കുർ റിദ്ദ അഷ്ആറൻ ഖലഖത് മആരിക്കുർ റിദ്ദ അഷ്ആറൻ കസീറ. റിദ്ദത്തിന്റെ ആ ഒരു യുദ്ധം അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന റിദ്ദത്തിനെതിരെ അഥവാ മുർത്തദ്ദായവർക്കെതിരെ നടന്ന ആ ഒരു യുദ്ധം ഒരുപാട് കവിതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു ആ യുദ്ധത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് ആളുകൾ കവിത പാടുകയും അങ്ങനെ ഒരു വലിയ ഒരു കവിതക്ക് ഒരുപാട് കവിതകൾ ആ യുദ്ധം കാരണം ഉണ്ടായിട്ടുണ്ട് ഈ അസ്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഖിദൻ ജയ്യിദൻ ലിശ്ശിർ വയുശജ്ജിഉ അല ശ്ശിറിൽ ജയ്യിദ്. നമുക്കറിയാം ലബീദിനോട് പാട്ട് പാടാൻ പറഞ്ഞതും അതുപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈറിനെ കുറിച്ചൊക്കെ കവിതകളെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ലൊരു നാഖിദായിരുന്നു. നല്ലൊരു കവിതകളെയൊക്കെ പിന്നെ ആസ്വാദനം ചെയ്തിരുന്ന, നല്ലതും ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ട് ആസ്വാദനം ചെയ്തിരുന്ന ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു നമുക്കറിയാം അദ്ദേഹം ഒരു ഒന്നാന്തരം ഷാഇറായിരുന്നു. ഷാഇറൻ മിന തിറാസിൽ അവ്വൽ വലാകിന്നൽ ഖുലഫാ റാഷിദീങ്ങൾ യൻഹൗന അനിൽ ഹജാഇ വയുആഖബൂന ഫീഹി. അവര് ഹജാ ചെയ്ത ആളുകളെ അവർ ശിക്ഷിക്കുകയും അതിനെ എതിർക്കുകയും അങ്ങനെ കൂടുതലായിട്ട് ഹജാ ചെയ്യുന്നവർ അതുപോലെ തന്നെ ഗസലിന് പിന്നെ മോശമായ രീതിയിൽ ഗസൽ ചെയ്യുന്നവരെയൊക്കെ അവര് വിരോധിക്കുകയും അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതുപോലുള്ള തശബ്ബുബ് അതുപോലെ ഗസല് അതൊക്കെ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെയുള്ള ഗസല് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഗസല് അതുപോലെ തശബ്ബുബ് ഒക്കെ ചെയ്തിരുന്ന കവികളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അംസാലൻ അബൂ മെഹ്ജൻ സഖഫി പോലെ. വലാകിൻ ഉമൂമ ശുഅറാഇ ഇത്തസമ ശിഅറുഹും ബിൽ ഗസൽ അഫീഫ്. പക്ഷെ കൂടുതൽ ആളുകളും വളരെ മോശമല്ലാത്ത രീതിയിൽ വളരെ പതിവ്രതത്വം അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഗസൽ ശ്രീവർണ്ണന ചെയ്യുമെങ്കിലും മോശമായ രീതിയിൽ ചെയ്യാത്ത ഒരു ശ്രീവർണ്ണനയായിരുന്നു കൂടുതൽ കവികളും ചെയ്തിരുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഅറിന്റെ ഒരു ഭാഗമാണ് ഷിഅറുൽ ഫുതൂഹ്. ളഅറ ഫീ ഹാദൽ അസ്ർ ഫർഉൻ ജദീദുൻ ഫി ഷിഅറിൽ അറബി. ഈ ഒരു കാലഘട്ടത്തിൽ അറബി ഷിഅറിന്റെ ഒരു പുതിയ ഒരു ഇനം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. അതാണ് ഹുവ ഷിഅറുൽ ഫുതൂഹ്. ഷിഅറുൽ ഫുതൂഹ് എന്നാണ് അത് അറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ ഖറജൽ അറബു ഇലാ ദൗലത്തിൽ ഫറസ് വറൂം വസ്തൗലു അല ശാമി വൽ മിസ്ർ. ഫാർസിലും റൂമിലും അതുപോലെ തന്നെ ഷാം, മിസ്ർ അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങളിലേക്ക് ഇസ്ലാം എത്തുകയും ഇസ്ലാം ഫത്ഹുകൾ നടക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വകാനു ഫി അത്നാ ഹാദൽ ജിഹാദ് യൻദമൂന അനാശീദ ഹമാസിയ വഅല ഹാദൻ നഹ്വ് നുളിമത് കസീറു മിനൽ അഷ്ഹാർ ഫി കുല്ലി മാരിക. ഈ ഒരു ജിഹാദിനൊക്കെ ഒരുപാട് ധീരതകളൊക്കെ അറിയിക്കുന്ന അല്ലെങ്കിൽ ജിഹാദിനെ പ്രേരിപ്പിക്കുന്ന കവിതകളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഓരോ മാരിക്കയിലും ഓരോ യുദ്ധത്തിലും ഒരുപാട് കവിതകളൊക്കെ പിറന്നിരുന്നു. അങ്ങനെ ഷിഅറുൽ ഫുതൂഹ് എന്നുള്ള ഒരു പുതിയ ഒരു ഷിഅറിന്റെ ഒരു രൂപം ഈ ഒരു കാലഘട്ടത്തിൽ ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. വമിൻ അസ്ഹാബി ഹാദ ഷിഅർ അബുൽ മെഹ്ജൻ സഖഫി വയസീദ് ഇബ്നു സഅഖ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അശ്ശുറാഉൽ മുഖ്ളറമൂൻ. എന്താണ് മുഖ്ളറമൂൻ? എല്ലാവർക്കും അറിയില്ലേ എന്താണ് മുഖ്ളറമൂൻ? അറിയുന്നവരൊന്ന് പറയാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓണാക്കി പറയോ. ഇസ്ലാമിയും ജാഹിലിയത്തും രണ്ട് കാലത്തും ജീവിച്ചിരുന്ന കവികൾ അല്ലെ? അതെ, അതാണ് പറയുന്നത്. ഉലായിക്കല്ലദീന, അല്ലദീന എന്നാണ് അദ്ദീൻ എന്നാണ് അല്ലദീന അദ്റക്കു അൽ അഹ്ദൈൻ, രണ്ട് കാലഘട്ടത്തിലുമുള്ള ആളുകൾ, അൽ ജാഹിലി വൽ ഇസ്ലാമി. ഈ കേട്ടത്തിനൊക്കെ മുഹ്ളറമൂനെ കുറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അത് ആരാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഓരോ വർഷം കഴിയുന്നതിന് അവർ അതിന്റെ ചോദ്യത്തിന്റെ ക്വാളിറ്റി കൂട്ടി വരികയാണ്. അപ്പൊ കൂടുതൽ ഡീപ്പായിട്ടേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അത് നളർന ഇല ശുഅറാ ഇൽ മുഖ്ളറമീൻ മിൻ ഹൈസു. നമ്മള് പിന്നെ അവരുടെ ഹയാത്ത് ഷിഅറുകൾ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ഹയാത്ത് നോക്കിയിട്ടല്ല. ചിലപ്പം ആ ഒരു രീതിയിൽ ലബീദിനെയും ഹൻസാനെയൊക്കെ ജാഹിലിയായിട്ടും അതുപോലെ തന്നെ ഹസ്സാൻ കഅബിനൊക്കെ മുഖ്ളറമീനായിട്ടൊക്കെ എണ്ണാറുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ ഹൻസാ അതുപോലെ പിന്നെ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കഅബ് ഇബ്നു സുഹൈർ അതുപോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് അതുപോലെ ഹൻസാ
അതുപോലെ ഹുത്തൈഅ, ഇവരൊക്കെയാണ് പൊതുവെ നമ്മൾ മുഹദറമീൻ എന്ന ഗണത്തിൽ പെടുത്താറുള്ളത്. കഅബുബ്നു സുഹൈർ ഹുവ അബൂ ഉഖബ കഅബുബ്നു സുഹൈർ. ഇതുപോലുള്ള കുഞ്ഞത്തുകള്, അവരുടെ പേര്, ലഖബ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. ഇത് ഏത് പരീക്ഷക്കും, ഇതിനങ്ങോട്ടുള്ള എല്ലാ പരീക്ഷക്കും നമുക്ക് ഇത് ആവശ്യം വരുന്നതാണ്. അബൂ ഉഖബ എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത്. കഅബുബ്നു സുഹൈർ പേരാണ്. ഇബ്നു അബി സൽമ, അബി സൽമയുടെ മകൻ. അൽ മുസനി ഗോത്രക്കാരനാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അബിൽ മുദറബ്, അബിൽ മുദറബ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ലഖബ് അബിൽ മുദറബ് എന്നാണ്. അപ്പൊ ഇത് കൃത്യമായി ഓർമ്മിച്ചു വെക്കുക. വഹുവ മിൻ അഅറഖിൻ നാസി ഫി ശിഅർ. ചോദ്യം വരാറുള്ള ഒരു ഏരിയ ആണ്. ഉപ്പ കവിയാണ്, സഹോദരൻ കവിയാണ്, മകനും കവിയാണ്, പേരമകനും കവിയാണ്. ഇങ്ങനെയുള്ള കവി ആരാണെന്ന് ചോദിച്ചാൽ അത് കഅബുബ്നു സുഹൈർ ആണ്. അബൂഹു സുഹൈർ, ഉപ്പ സുഹൈർ, സഹോദരൻ ബുജൈർ, മകൻ ഉഖബ, അതുപോലെ തന്നെ പേരമകൻ അവ്വാം. കുല്ലുഹും ഷുഅറ, എല്ലാവരും ഷാഇരിങ്ങളായിരുന്നു. നശഅ ഫി ഗത്ഫാൻ. ഗത്ഫാനിലാണ് അദ്ദേഹം ജനിച്ച് വളർന്നത്. ഖൗമി ഉമ്മിഹി, ഉമ്മയുടെ സമൂഹമായ ഗത്ഫാനിലാണ് അദ്ദേഹം വളർന്നത്. ഉമ്മയുടെ പേര് കബ്ഷ ബിന്തു അമ്മാർ ആണ്. കബ്ഷ ബിന്തു അമ്മാർ ആണ് അദ്ദേഹത്തിന്റെ ഉമ്മ. ആ ഉമ്മയുടെ കൗമിന്റെ പേരാണ് ഗത്ഫാൻ. വക്കാന ഫി സുബാഹു യർആ മാഷിയത അബീഹി. ഉപ്പയുടെ ആട് അല്ലെങ്കിൽ മാട് അങ്ങനെയുള്ളതിനൊക്കെ മേക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അഖദ അല അബീഹി അൽ അദബ വൽ ഹിക്മത ഫശബ്ബ ഫസീഹൻ ഷാഇറൻ. അദ്ദേഹം ഉപ്പയിൽ നിന്ന് അദബും ഹിക്മത്തും അതുപോലെയൊക്കെ അതൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ നല്ല ഫസീഹും ഷാഇറക്കായി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം തുടക്കകാലത്ത് ഹജൽ ഇസ്ലാമ വർ റസൂല വ അഖാമ യുശബ്ബിബു ബിനിസാഇൽ മുസ്ലിമീൻ ഫഅഹ്ദറ റസൂലു ദമഹു. തുടക്കകാലത്തിൽ ഇസ്ലാമിനെയും റസൂലിനെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ ഹജാ ചെയ്യുകയും മുസ്ലിമീങ്ങളായ മുസ്ലിം സ്ത്രീകളെയൊക്കെ സ്ത്രീവർണ്ണനകളെ നടത്തി അവരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള കവിതകളൊക്കെ പാടിയിരുന്നു. ഈ ഒരു കാരണത്താൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അഹ്ദറ ദമ് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുക. അദ്ദേഹത്തിനെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്നുള്ള ഒരു ഉത്തരവ് ഇട്ടിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്ത് കഅബുബ്നു സുഹൈർ റളിയല്ലാഹു പിന്നീട് മുസ്ലിമായി. കഅബ് ഇബ്നു സുഹൈർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കബീലകളിലൊക്കെ പോയിട്ട് എനിക്ക് അഭയം തരണം എന്ന് പറഞ്ഞു. പക്ഷെ ആരും അതിന് നിന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ, വേറൊരു ചരിത്രത്തിൽ പറയുന്നുണ്ട്, രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി പോകും. പക്ഷെ പോകുന്നതിനിടയിൽ കഅബുബ്നു സുഹൈർ തിരിച്ചു വരികയും ബുജൈർ പോയിട്ട് ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ബുജൈറിനെയും ഒരുപാട് ഹജ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവസാന ഘട്ടത്തിൽ ഒരു ഗത്യന്തരമില്ലാത്തൊരു സമയത്ത്, തന്റെ കബീലകളിലുള്ള ആളുകൾ പോലും അദ്ദേഹത്തെ സഹായിക്കാത്തൊരു സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് മുസ്ലിമായി തൗബ ചെയ്ത് മടങ്ങി വരൽ മാത്രമേ വഴിയുള്ളൂ എന്ന് ഉപദേശിക്കുകയും അതിന്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ബഅദ അൻലാഖത്തിൽ അർളു ബിവജ്ഹി വജ്ഹിഹി. അദ്ദേഹത്തിന് ഭൂമി കുടുസായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊരു വഴിയില്ല, ഗത്യന്തരമില്ലാത്ത സമയത്ത് മദീനയിലേക്ക് വരികയും പള്ളിയിൽ പ്രവേശിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അദ്ദേഹം പാടിയിട്ടുള്ള പാട്ട് വളരെ മനോഹരമായൊരു ഷിഅറുണ്ട് മദ്ഹ് ചെയ്തുകൊണ്ട്. അത് ലാമിയത്താണ്, ലാമിൽ അവസാനിക്കുന്നതാണ്. അത് അറിയപ്പെടുന്നത് ബാനത്ത് സുആദ്, ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ഭാഗം ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇത് പല നിലക്കും തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ലാമിയത്താണ്, ലാമിൽ അവസാനിക്കുന്നതാണ്. ബാനത്ത് സുആദ് എന്നാണ് പേര്. അത് ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു ശകലം അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കവിത തുടങ്ങിയത്? നമുക്കൊക്കെ അറിയാം അല്ലെ. ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റഹാ ലം യുഫ്ത മഖ്ബൂലു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സുആദ് എന്ന് പറയുന്ന തന്റെ കാമുകിയെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകൾ. അപ്പൊ അവിടെ കവിതകളുടെ ഒരു പ്രത്യേകതയാണ്, അവരെന്ത് കാര്യം പറയുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ അവര് വളരെ വലിയ ഹിക്മത്തൊക്കെ ആയിരിക്കും പിന്നീട് പറയാം. പക്ഷെ എന്നിരുന്നാലും തുടക്കത്തിൽ കവി ചിലപ്പം പിന്നെ കാമുകിയെ വർണ്ണിച്ചിട്ടോ അല്ലെങ്കിൽ കാമുകിയുടെ നാട്ടിനെ, അതുപോലെ നമ്മുടെ ഇബ്നുൽ ഖൈസിന്റെ മുഅല്ലഖ തുടങ്ങുന്നുണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് അവർ തുടങ്ങുക. എന്നിട്ട് അതിനുശേഷം സുമന്തഖലയില വസ്ഫിന്നാഖ, പിന്നീട് അതിനുശേഷം ഒട്ടകത്തെ വർണ്ണിച്ചു. ഒമിൻഹു ഇലാ ദിക്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അലമ ബിഹി വഹുവ മിനൽ ഖലഖി വൽ ഇദ്തിറാബ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഖുറൈഷ്. ഇതിനുശേഷം നബിയെ മദഹും അതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറയുകയും അതുപോലെ തന്നെ മുഹാജിരിങ്ങളെയും ഖുറൈശികളിൽ നിന്നുള്ള മുഹാജിരിങ്ങളെയൊക്കെ മദ്ഹ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കവിത ആലപിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അഫ്വു ചെയ്യുകയും അഫാ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമ്മനഹു വഖലഅ അലൈഹി ബുർദതഹു വഅൽഖാഹ അലാ കതിഫൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന് അമാൻ നൽകുകയും ചെയ്തു, അഭയം നൽകി. ഇനി ആരും കൊല്ലേണ്ടതില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരും പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുകയും അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പുതപ്പെടുത്ത് അദ്ദേഹത്തിന്റെ പെരടിയിലേക്ക് ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു പുതപ്പ് വളരെ കാലത്തിന് ശേഷം വേറൊരു ചരിത്രത്തിൽ വായിച്ചതായി ഓർക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു മറ്റും എത്രയോ ക്യാഷ് കൊടുത്തുകൊണ്ട് ആ പുതപ്പ് വാങ്ങുന്നുണ്ട്. അപ്പൊ ഖസീദത്തുൽ ബുർദ ബാനത്ത് സുആദ് ഈ ലാമിയത്തുൻ, നമ്മൾ പറഞ്ഞു ലാമിയത്താണ്. ലാമിയത്ത് എന്ന് പറഞ്ഞാൽ ലാമിൽ അവസാനിക്കുന്നതാണ്. തഖൗ അതിന്റെ കാഫിയാണ് പറയുന്നത്. തഖൗ ഫി 58 അഥവാ 58 ബൈത്താണ്. ബൈത്തൻ മിൻ ബഹറുൽ ബസീത്ത്, ബഹറുൽ ബസീത്തിലാണ് അത് പാടിയിട്ടുള്ളത്. ബാനത്ത് സുആദ് ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫ്ത മഖ്ബൂലു. ഈ ഒരു കവിത പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇന്നർ റസൂൽ, അടുത്ത വരി, ഇന്നർ റസൂല ലനൂറുൻ, ലസൈഫുൻ എന്നുണ്ട്, ലനൂറുൻ ഉണ്ട്. ലനൂറുൻ യുസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. നിശ്ചയമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലനൂറുൻ, അതൊരു പ്രകാശമാണ്. യുസ്തളാഉ ബിഹി, അതുകൊണ്ട് പ്രകാശം സിദ്ധിക്കും, മറ്റുള്ളവരൊക്കെ അതിൽ നിന്ന് പ്രകാശം ഉൾക്കൊള്ളും. മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള, അതും പ്രധാനപ്പെട്ടതാണ്. മുഹന്നദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അള്ളാഹുവിന്റെ വാളുകളിൽ ഉള്ള ഊരി പിടിച്ചിട്ടുള്ള ഒരു വാളാണ് അള്ളാഹുവിന്റെ റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു മദ്ഹ് കാവ്യമാണ് ഈ ബാനത്ത് സുആദ് എന്ന് പറയുന്ന ബുർദ. 58 ബൈത്താണ്, ലാമിയത്താണ്, ബഹർ ബസീത്തിലാണ്. ഈ ഒരു കഅബ് ഇബ്നു സുഹൈറിനെ കാണുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഇത് ഓർമ്മിച്ച് വെക്കുക. അദ്ദേഹം മുമ്പ് ഹിജാ ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ കൊല്ലാൻ വഴി കൽപ്പിക്കപ്പെട്ടിരുന്നു. പിന്നീട് മുസ്ലിം ആവുകയും ഇങ്ങനെ ഒരു കവിത പാടുകയും ചെയ്തു. ഇതാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഹുവ അബുൽ വലീദ് ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ മുൻദിറുൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യഥാർത്ഥ നാമം അബുൽ വലീദ് കുഞ്ഞത്താണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് അൽ മുൻദിർ അൽ അൻസാരിയാണ്. മുഹാജിർ അൻസാർ എന്ന് പറയുള്ളൂ, അതിൽപ്പെട്ട അൻസാരിയാണ്, മദീനക്കാരനാണ്. ഉലിദ ഹസ്സാൻ ഫി യസ്രിബ്, യസ്രിബിലാണ് ജനിച്ചത്, മദീനയിലാണ് ജനിച്ചത്. നഹ്വസന 563 മീലാദി. അദ്ദേഹം മുഹ്ദറമീൻ ഷാഇരിങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഷാഇറാണ്. അദ്ദേഹത്തിന്റെ ലഖബ് ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഇത് പ്രിന്റ് ഒക്കെ എടുത്തു വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് അടിവരിയൊക്കെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാം, അങ്ങനെ മാർക്കൊക്കെ ചെയ്തു വെക്കാം. ഷാഇറുൻ നബി ഒരുപാട് പ്രാവശ്യം ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ഷാഇറുൻ നബി എന്നറിയപ്പെടുന്ന ആളാണ്, ആരാണ് എന്നൊക്കെ. അതുപോലെ പിന്നെ പേര് പൂർണ്ണമായിട്ടുള്ള പേര് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹം യമൻകാരനായിരുന്നു. അദ്ദേഹം ശരിക്ക് യമനുകാരനായിരുന്നു. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ മദീനയിലേക്ക് ഹിജറ പോയ യമനുകാരിൽപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ ഉപ്പ സാബിത്ത് ഇബ്നു മുൻദിർ ഇബ്നു ഹറാം അൽ ഖസ്റജി. അദ്ദേഹത്തിന്റെ ഉപ്പ ഖസ്റജി ഗോത്രക്കാരനായ, ഔസും ഖസ്റജും നമുക്കറിയാലോ, മദീനയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. അപ്പൊ അതിൽപ്പെട്ട ഖസ്റജിയാണ്. സാബിത്ത് ഇബ്നു മുൻദിർ ഇബ്നു ഹറാമാണ് അദ്ദേഹത്തിന്റെ ഉപ്പ. ഉമ്മ അൽ ഫരീഅ അൽ ഖസ്റജിയ, രണ്ടുപേരും ഖസ്റജിയിൽപ്പെട്ടവർ തന്നെയാണ്. കാന അബൂഹു സാബിത്ത് വജദ്ദുഹു മുൻദിർ മിൻ അഷ്റാഫി ഖൗമിഹിം വൽ ഹുക്കാമി ബൈനൽ ഔസ് വൽ ഖസ്റജ്. അപ്പൊ സാബിത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയായ മുൻദിർ രണ്ടും വളരെ പ്രമാണികളായിരുന്നു, ആ സമൂഹത്തിലെ പ്രമാണികളായിരുന്നു. ഔസ് ഒരുപാട് കാലം യുദ്ധം ചെയ്തു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അവര് തമ്മിൽ സുൽഹായല്ലോ. അപ്പൊ ആ സുൽഹ എന്ന സമയത്ത് അവർക്കിടയിൽ തീർപ്പൊക്കെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ഒരു ഔസിന്റെയും ഖസ്റജിന്റെയും ഒക്കെ ഇടയിൽ ഹാക്കിമായിട്ട്, അല്ലെങ്കിൽ ഒരു മധ്യവർത്തിയായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള ഒരു പ്രമാണികളായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പയും ഉപ്പാപ്പയും.
ഹുവ ലൈസ ഖസ്റജിയൻ ഫഹസ്ബു, അദ്ദേഹം ഒരു ഖസ്റജി മാത്രമായിരുന്നില്ല. ബൽ ഹുവ അയ്ളൻ മിൻ ബനി നജ്ജാർ അഖ്വാലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കിൾസ് അഥവാ കാരണവന്മാരായിട്ടുള്ള പിന്നെ അഹ്വാലുകളിൽപ്പെട്ട ബനു നജ്ജാറിലും കൂടി ആയിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു രീതിയിലും നബിയോട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ തുടക്ക കാലഘട്ടത്തിൽ, നമ്മളിത് ജാഹിലിയും ഇസ്ലാമിലും രണ്ടിലുള്ള ആളുകളാണല്ലോ. അപ്പൊ ജാഹിലി കാലഘട്ടത്തിൽ ഖസാസിന മുലൂക്കുകളെ, ഖസാസിന രാജാക്കന്മാരെ മദ്ഹ് ചെയ്തിരുന്നു. മദഹമിൻ ആലി ജഫ്ന അൽ ഖസാസിന വൽ അഹ്ഫാദഹു, ഖസാസിനെയും അതുപോലെ തന്നെ അവരുടെ പേരമക്കളെയൊക്കെ മദ്ഹ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുലൂക്കൽ മുനാദറ ഫിൽ ഹീറ ഖബൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് ഹീറ എന്ന പ്രദേശത്തുള്ള മുനാദറ രാജാക്കന്മാരെയും ഒക്കെ മദ്ഹ് ചെയ്തിരുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയൊക്കെ മദ്ഹ് ചെയ്ത ആൾ ആരാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാം. അങ്ങനെയാണ് ചോദ്യം വരുന്ന ഓരോ രീതികൾ. ഇപ്പൊ നേരിട്ട് മൻ മദഹ മുലൂക്കൽ ഖസാസിന എന്ന് ചോദിക്കൂല. പക്ഷെ ഹസ്സാൻ ബിൻ സാബിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂന്നോ നാലോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ അതിൽ അടിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ദഖല ഫി ദാഇറത്തിൽ ഇസ്ലാം വകാന ഉംറുഹു 60 സന, അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സുണ്ടാകുന്ന സമയത്താണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ദീർഘായുസ് ഉണ്ടായിരുന്നു, അഥവാ 120 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു. സിത്തീന മിൻഹാഫിൽ ജാഹിലിയ വ സിത്തീന ഫിൽ ഇസ്ലാം, 60 വയസ്സ് ജാഹിലി കാലഘട്ടത്തിലും അതുപോലെ തന്നെ 60 വയസ്സ് ഇസ്ലാമിലുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കാനഫിൽ ജാഹിലിയത്തി ഷാഇറു അഹ്ലുൽ യമൻ, ഇതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അദ്ദേഹം ജാഹിലി കാലഘട്ടത്തില് അഹ്ലുൽ യമനിന്റെ ഷാഇറായിരുന്നു. വഫിൽ ബിഅസത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഷാഇറുൻ നുബുവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇസ്ലാമിക കാലഘട്ടത്തിൽ, അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഷാഇറുൽ യമാനിയ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇങ്ങനെ അറിയപ്പെട്ടിരുന്ന കവി ആരാണ് എന്നുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കവിതകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഫഖ്ർ, ഹമാസ, മദ്ഹ്, ഹജാ എന്നിവയൊക്കെ ആയിരുന്നു. ഇന്ന റസൂല ഹീന മഷ്തദ്ദ അലൈഹി അദാ ഖുറൈശ് ബിൽ ഹജാ ഖാല ലി അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ ഹജാ ഒരുപാട് വർദ്ധിച്ചപ്പോ, ഒരുപാട് ഖുറൈശികളിലുള്ള ആളുകളൊക്കെ നബിയെ ഹജാ ചെയ്തുകൊണ്ട് കവിതകളൊക്കെ ഇങ്ങനെ പാടിയപ്പോ അസ്ഹാബിനോട് പറഞ്ഞു, മാ യംനഉ അല്ലദീന നസറുല്ലാഹ വറസൂലഹു ബിഅസ്ലിഹതിഹിം, ആയുധങ്ങൾ കൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും രക്ഷിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ള ആളുകളെ തടയുന്നത് എന്താണ്? അയ്യൻസുറുഹു ബി അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊണ്ട് സഹായിക്കാൻ തടയുന്നത് എന്താണ്? എന്താണ് നിങ്ങൾ ആരും അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും നിങ്ങളുടെ നാവ് കൊണ്ട് സഹായിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഫഖാല ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനലഹ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോ എല്ലാ ആളുകളും ആയുധങ്ങളൊക്കെ ആയിട്ട് അവർക്കെതിരെ പോരാടുകയും ഇസ്ലാമിനെയും അള്ളാഹുനെയും റസൂലിനെയൊക്കെ പിന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്തു. പക്ഷെ ഇസ്ലാമിനെയും അതുപോലെ റസൂലിനെയും അള്ളാഹുവിനെയൊക്കെ ഹജാ ചെയ്യുമ്പോൾ അതിനെന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനലഹ, ഞാൻ ഉണ്ടതിന്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഫഖാല ലഹു നബിയു കൈഫ തഹ്ജൂഹും വ അന മിൻഹും, നബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ ഹജാ ചെയ്യുക? വ അന മിൻഹും, ഞാനാണെങ്കിൽ അവരിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഖുറൈശികളാണ് ഇത് ചെയ്യുന്നത്, ഖുറൈശികളിൽപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുറൈശികളെ ഹജാ ചെയ്യുമ്പോൾ ഞാനും അതിൽ പെട്ടുപോവില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസുലുക മിൻഹും എന്നാണ്, മിൻഹും കമാൻ തസില്ലു ശഅറതു മിനൽ അജീൻ, ഞാൻ ഒരു അജീനിൽ നിന്ന്, അജീൻ എന്ന് പറഞ്ഞാൽ മാവ്, ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാവാണ്, കുഴച്ചു വെച്ച മാവാണ് അജീൻ എന്ന് പറയാം. ഒരു മാവിൽ നിന്ന് ഒരു നൂല് അല്ലെങ്കിൽ ഒരു മുടി എങ്ങനെയാണോ വലിച്ചെടുക്കുക, അതുപോലെ ഖുറൈശികളിൽ നിന്ന് നിങ്ങളെ ഞാൻ ഊരിയെടുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഞാൻ അവരെ ഹജാ ചെയ്യും എന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതിൽ വന്ന ചെറിയ 1-2 സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്, ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ, അത് തിരുത്തുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വേണമെങ്കിൽ തിരുത്താം. ഖാല ഉഹ്ജുഹും വമഅക റൂഹുൽ ഖുദ്സ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് ഹജാ ചെയ്യുക, നിങ്ങൾ അവരെ ഹജാ ചെയ്തോ, വമഅക റൂഹുൽ ഖുദ്സിന്റെ സഹായം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശീർവദിക്കുകയുണ്ടായി. ഫീ ദാലിക്കൽ വഖ്ത് കാന യഹ്ജുർ റസൂല വൽ മുസ്ലിമീന സലാസത്തും മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്ന് 3 പേരായിരുന്നു പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ
അതുപോലെ ഇസ്ലാമിനെയൊക്കെ ഹജാഗ് ചെയ്തിരുന്നത് ഹും അബ്ദുല്ലാഹിബിൻ സബാരി, അബൂ സുഫിയാൻ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അംറുബുൽ ആസ്, ഇവരൊക്കെ ആയിരുന്നു. ഇവരൊക്കെ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നവരാണ്, അംറുബുൽ ആസ് അതുപോലെ അബൂ സുഫിയാനൊക്കെ. തൂഫിയ ഹസാൻ സന ഹിജ്റ 54, അതുപോലെ 674 അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന് ഏകദേശം 120 വയസ്സുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു, ഒബ്വിയസ്ലി. കാരണം 120 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് കാഴ്ചയൊക്കെ പോകുമല്ലോ. ഫി ആഖാബി അയ്യാമി വകാന ഫി അഹ്ദി മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്തായിരുന്നു അദ്ദേഹം വഫാത്തായിരുന്നത്. അസ്മായി ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഓരോ കവികളെ കുറിച്ചും ഈ നാഖിദീങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ കോട്ടിങ്ങുകൾ ഉണ്ടാവും. അതും പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹാദാ ഹസ്സാൻ ഫഹലും മിൻ ഫുഹൂലിൽ ജാഹിലിയ്യ, ജാഹിലി കാലഘട്ടത്തിലുള്ള ഫഹലായിരുന്നു. ഫഹൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് കാളക്കൂറ്റൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്രക്കും വലിയ ഒരു മഹാകവിയായിരുന്നു ഹസ്സാൻ. പക്ഷേ ഫലമ്മാ ജാ അൽ ഇസ്ലാം സഖത ഷിഅറുഹു ഫിൽ ജാഹിലിയ്യത്തി മിൻ അജ്വദി ഷിഅർ. പക്ഷേ ഇസ്ലാം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഷിഅറൊക്കെ ഒന്ന് ഡൗൺ ആയി. കാരണം ഷാഇരി കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഷിഅർ വളരെ നല്ല ഷിഅർ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തില് കള്ള് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ കൂടുതൽ. അപ്പൊ ഇസ്ലാമിൽ വന്നപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളിൽ പിന്നെ ഒരു ഡൗൺ ആയിട്ടുണ്ട് എന്ന് അസ്മായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പെട്ടതാണ് ലിസാനി വ സൈഫി സ്വാരിമാനി കിലാഹുമ വയബ്ലുഗു മാല യബ്ലുഗു സൈഫു മിസ്വദി എന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ്. ലിസാനി വ സൈഫി സ്വാരിമാനി, എന്റെ നാവും എന്റെ വാളും രണ്ടും സ്വാരിമാനി മൂർച്ചയുള്ളതാണ്. കിലാഹുമ, അത് രണ്ടും മൂർച്ചയുള്ളതാണ്. വയബ്ലുഗു മാല യബ്ലുഗു സൈഫു മിസ്വദി, എന്റെ വാള് എത്താത്തത് മിസ്വദി, എന്റെ നാവ് കൊണ്ടെത്തും എന്ന് പറഞ്ഞാൽ വാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്റെ നാവാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് ഖൻസ. നമുക്ക് മുഹ്ലറമീൻ ഇന്ന് നമുക്ക് എടുക്കാം, അതിനുശേഷമുള്ളത് അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കാം. അപ്പൊ ഖൻസ ഹിജ്റ 24 അദ്ദേഹത്തിന്റെ ഈ വ്യക്തിത്വത്തിന്റെ സ്ത്രീയാണ്. സ്ത്രീ കവികളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം മൊത്തത്തിൽ തന്നെ കവയത്രികളായിട്ട് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഖൻസ, പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കാലഘട്ടത്തിൽ മെയ്സിയാദ, അതുപോലെ പിന്നെ നാസിക്കുൽ മലായിക്ക, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഖൻസ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. തമാലർ ബിന്ത് അംർ അല്ലെങ്കിൽ തുമാലിർ എന്നൊക്കെ കാണാറുണ്ട് ചില ബുക്കുകളിൽ, തുമാലിർ അല്ലെങ്കിൽ തമാലർ. ഏതായാലും ഈ ഒരു പേര് മനസ്സിലാക്കി വെക്കുക, പേര് പലപ്പോഴും ചോദിച്ചതാണ്. തമാലർ ബിന്ത് അംർ ബിനു ഷരീദ്. ഖൻസായിന്റെ യഥാർത്ഥ നാമം എന്താണ്, അല്ലെങ്കിൽ തമാലർ ബിന്ത് അംർ ഏത് കവിയാണ്, ഏത് കവിയുടെ പേരാണെന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ തമാലർ ബിന്ത് അംർ ബിനു ഷരീദ് മിൻ ബനി സുലൈം മിൻ അഹ്ലി നജ്ദ്, നജ്ദിൽപ്പെട്ട ബനു സുലൈം ഗോത്രത്തിൽപ്പെട്ട ആളാണ് തമാലർ ബിന്ത് അംർ ബിനു ഷരീദ്. അഅ്ളമു ശവാഇരിൽ അറബി ലഹാ ദീവാനുൻ കബീറത്തുൻ ഫിർ റസാഇ, അല്ല റസാ, അറബികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്, കവയത്രിയാണ്. റസായില് വലിയൊരു ദീവാൻ അവൾക്ക് ഉണ്ടായിരുന്നു. ഖുതില അഖ്വാഹ സഖർ വ മുആവിയ ഫി വാഖിയത്തി യൗമുൽ കിലാബ്, യൗമുൽ കിലാബ് സംഭവത്തിൽ, യൗമുൽ കിലാബ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരായിട്ടുള്ള സഖറും മുആവിയും കൊല ചെയ്യപ്പെട്ടു. ഫബക്കത് അലൈഹിമ, അവർ 2 പേർക്ക് മേൽ വേണ്ടിയിട്ടും കരഞ്ഞു. ഫഅഖദത് തന്ദുമു ഫീഹിമ അൽ മറാസി, അതിനുശേഷം ഈ 2 പേരുടെ മേലിലും ഒരുപാട് മറാസികൾ, ഒരുപാട് വിലാപകാവ്യങ്ങൾ പിന്നെ പാടാൻ തുടങ്ങി. ഇഷ്തഹറത്ത് ഫിർ റസാഇ വഖദ് ഗലബ ഫീ ശഅരിഹാ അൽ ഫഖ്റു വർ റസാ. ഈ പിന്നെ റസായിലാണ് അദ്ദേഹം ഈ കവി അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ഫഖ്റും റസാഉം ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. വകാന അക്സറു ശിഅരിഹാ ഫീ അഖീഹാ സഹർ, ഏറ്റവും കൂടുതൽ സഹറിന്റെ വിഷയത്തിലായിരുന്നു കൂടുതൽ കവിതകൾ പാടിയിരുന്നത്. അതിന്റെ കാരണം പറയുന്നുണ്ട്. ഖീല ഇന്ന ഖൻസ ഉസീബത്ത് ബിൽ ഉംയി മിൻ ശിദ്ദത്തി ബുക്കായിഹാ അല മൗതി അഖവൈഹാ, 2 സഹോദരന്മാരുടെ മരണത്തിന്റെ പേരിൽ പിന്നെ കരഞ്ഞ് അവൾക്ക് പിന്നെ അന്ധത ബാധിച്ചിരുന്നു. വകാന സഹർ ഹുവ അഹബ്ബു അഖവൈൽ ഖൻസ, ഖൻസായിന്റെ 2 സഹോദരന്മാരിൽ സഹർ ആയിരുന്നു ഏറ്റവും പ്രിയങ്കരൻ. ഇലാ ഖൽബിഹ ഹൈസു കാന ഹലീമൻ വ മഹ്ബൂബൻ ബൈന അബ്നാഇൽ അശീറ, അദ്ദേഹമായിരുന്നു വളരെ ഹലീമും വളരെ പ്രിയങ്കരനൊക്കെ ആയിരുന്നു.
മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട്. വകാന യഖിഫു ദാഇമൻ ഇലാ ജാനിബിഹ, എപ്പോഴും അവളുടെ അടുത്ത് നിൽക്കുമായിരുന്നു പറഞ്ഞാൽ അവളെ സഹായിക്കുമായിരുന്നു. യമുദ്ദുലഹ യദൽ ഔനി വയർആഹ, പരിഗണിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു മറ്റാരേക്കാളും. വലമ്മാ മാത ഔഹൽ സഹർ വല്ലത്ത് തുർസീഹി, പിന്നെ തർസീഹി, കാലയല്ല മാത്തയാണ്. സഹർ മരിച്ചപ്പോ റിസാ ഇങ്ങനെ ഇങ്ങനെ പാടാൻ തുടങ്ങി. മർസിയത്തിഹാ ബൈനൽ അറബ് ഹൈസു അസ്ബഹത് മർസിയത്തുഹാ അൽ ഹസീന അൽ അക്സർ തദാവുല മിൻ ബാഖി അശ്ആരിഹ. അങ്ങനെ ആ ഒരു റസാ അറബികൾക്കിടയിൽ വളരെ പിന്നെ പ്രചാരം നേടുകയും മറ്റു കവിതകളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ റസാഇന്റെ പേരിൽ പിന്നീട് ഈ ഒരു കവി അറിയപ്പെടാൻ തുടങ്ങി, കവിയത്രി. പിന്നെ അദ്ദേഹത്തിന്റെ ഈ സ്ത്രീയുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. ഖതബഹ ഷാഇർ ദുറൈദ് ഇബ്നു സുമാ, ദുറൈദ് ഇബ്നു സുമാ എന്ന് പറയുന്ന ഒരു ഷാഇർ പ്രപ്പോസ് ചെയ്തു ഹവാസിനിലെ നേതാവായിരുന്ന ഫാരിസ് ജഷ്മക്കായിരുന്ന. പക്ഷേ ഫറദ്ദത്ഹു വതസവ്വജത് റവാഹ ബിൻത് അബ്ദുൽ ഉസ്സ, പക്ഷെ അവളത് സ്വീകരിച്ചില്ല. അടുത്ത് അബ്ദുൽ ഉസ്സ, റവാഹ ബിൻ അബ്ദുൽ ഉസ്സയാണ് അസ്സലമിയാണ് വിവാഹം കഴിച്ചത്. വലത് ലഹു അബ്ദുള്ള, അങ്ങനെ അബ്ദുള്ള എന്നുള്ളൊരു കുട്ടി ഉണ്ടായി. പിന്നീട് കല്യാണം കഴിച്ചത് അവരുടെ കാലത്തിന് ശേഷം മിർദാസ് ബിൻ അബി ആമിർ അസ്സുലമിയാണ്. അങ്ങനെയാണ് സെയ്ദ്, മുആവിയ, അംർ എന്നിവരൊക്കെ ജനിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഇതിന് ശേഷമുള്ള ഒരു പോയിന്റ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇസ്ലാം വഹിയ അജൂസുൻ വലഹ അർബഅത്ത് ഔലാദ്. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ അജൂസ് ആയിരുന്നു, പിന്നെ വയസ്സായിരുന്നു. വലഹ അർബഅത്ത് ഔലാദ്, 4 മക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 4 മക്കളും ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഖാദിസിയ യുദ്ധത്തിൽ വെച്ച് 4 മക്കളും ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. അങ്ങനെ ഷഹീദായപ്പോ കാലത്ത് ആ ഒരു വാർത്ത അറിഞ്ഞപ്പോ ആ ഒരു കവി പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം വഅർജു മിൻ റബ്ബി അൻ യജ്മഅനി ബിഹിം ഫീ മുസ്തഖരി റഹ്മതിഹി. എന്നെ അവരുടെ ഷഹാദത്ത് കൊണ്ട് എന്നെ ഷറഫ് ചെയ്ത, എന്നെ ആദരിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. അർജു മിൻ റബ്ബി, ഞാൻ റബ്ബിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അൻ യജ്മഅനി ബിഹിം ഫീ മുസ്തഖരി റഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ സ്ഥലമായ സ്വർഗത്തിൽ അവരുടെ കൂടെ എന്നെയും ഒരുമിച്ച് കൂട്ടണേ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു കോട്ടിങ്ങും വളരെ പ്രധാനമാണ്, ചോദ്യങ്ങളിൽ വരാറുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നുള്ളത്. അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം വഅർജു മിൻ റബ്ബി അൻ യജ്മഅനി ബിഹിം ഫീ മുസ്തഖരി റഹ്മതിഹി. ഇത് 4 മക്കള് മരിച്ചപ്പോഴാണ്, ഈ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. ബാദിയയിൽ വെച്ച് 24 ഹിജ്റ 24 വഫാത്താകുന്നത്. നാബിഗയുടെ അടുത്ത്, ഇത് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ഖൻസാ നാബിഗയുടെ അടുത്ത്, നാബിഗത്തു ദുബിയാനി നമുക്കറിയാം നാഖിദീങ്ങളിൽപ്പെട്ട ആളായിരുന്നു അല്ലെ. ജാഹിലി കാലഘട്ടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നാഖിദാണ് നാബിഗത്തു ദുബിയാനി. അപ്പൊ ഉക്കാദ് ചന്തയിലെ ആളുകൾ ഇങ്ങനെ കവിതകൾ പാടും, പിന്നെ കവികളൊക്കെ വന്ന് കവിതകൾ പാടും. അപ്പൊ അതിൽ കവിതകളിലെ നഖ്ദ് ചെയ്തിരുന്നത് നാബിഗത്തു ദുബിയാനി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ഹൻസ അവിടെ വെച്ച് പാടിയപ്പോ അങ്ങനെ ആ ഒരു കവിതയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ലൗല അന്ന ഹാദൽ അഅമ അൻഷദനി ഖബ്ലക്. അത് മേലെ താഴെ ഇറങ്ങിപ്പോയതാണ്, അതൊരു വരിയാണ്. അൻഷദനി ഖബ്ലകി ലഫളൽതുകി അലാ ശുഅറായി ഹാദൽ മൗസം. ഈ ഒരു പിന്നെ അഅമ, ഈ ഒരു അന്ധനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ആഷയാണ് ഉദ്ദേശിക്കുന്നത്. ആഷ നമുക്കറിയാലോ, ജാഹിലി കവിയാണ്. അപ്പൊ ഈ ഒരു ആഷ പാട്ട് പാടിയില്ലായിരുന്നെങ്കിൽ, നിന്റെ മുമ്പ് പാടിയില്ലായിരുന്നെങ്കിൽ ലഫളൽതുകി അലാ ശുഅറായി ഹാദൽ മൗസിം, ഈ സീസണിലെ എല്ലാ ഷാഇരികളെക്കാളും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠമാക്കി പ്രഖ്യാപിക്കുമായിരുന്നു എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് നാബിഗ പറഞ്ഞിരുന്നു. നാബിഗത്തുൽ ദുബിയാനി ഐദൻ, വേറെയും പറഞ്ഞിട്ടുണ്ട്, അൽ ഖൻസ അഷ്അറുൽ ജിന്നി വൽ ഇൻസ്. അഷ്അറുൽ ജിന്ന്, ജിന്നിന്റെയും ഇൻസിലും വെച്ച് ഏറ്റവും നല്ല ഷാഇറാണ് ഖൻസ എന്ന് നാബിഗത്തുൽ ദുബിയാനി ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദ്യം വരാറുള്ള ഏരിയകളാണ്. നാബിഗത്തുൽ ദുബിയാനി, ഖൻസ, അല്ലെങ്കിൽ ഖൻസ എന്ന് കൊടുക്കൂല, അഷ്അറുൽ ജിന്നി വൽ ഇൻസ് എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കുക. ഇനി പ്രധാനപ്പെട്ട, ഇത് വളരെ പ്രധാനപ്പെട്ട 3 പേര് നമ്മൾ പറഞ്ഞു, ഖൻസ, അതുപോലെ ഹസ്സാൻ ബിൻ സാബിത്ത്, കഅബ് ബിൻ സുഹൈർ. ഇനിയുള്ളത് ഹുത്തൈഅയാണ്. ഓക്കെ, മറ്റൊക്കെ ആ കാലഘട്ടത്തിലുള്ള കവിതകളാണ്. നമുക്ക് ഹുത്തൈഅയും കൂടി പറയാം അല്ലെ. ഹുത്തൈഅയും കൂടി നമുക്ക് ഇന്ന് പറയാം, ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിൽ.
ഹുതൈഅ ഹിജ്റ 59 വഫാത്ത്. ഹുവ അബൂ മലീക ജർവൽ ഇബ്നു ഔസ് അൽ അബസ്. അബസ് ഗോത്രാണ്, ജർവൽ ഇബ്നു ഔസ് എന്നാണ് പേര്. ഇങ്ങനെയുള്ള വ്യത്യസ്ത പേരുകൾ വരുന്നത് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പൊ പിന്നെ കഅബ് ഇബ്നു സുഹൈർ എന്നൊക്കെ തന്നെയാണ് ശരിയായ പേര്, അത് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിനേക്കാൾ സാധ്യത, ചോദ്യം വരാനുള്ള സാധ്യത വ്യത്യസ്ത പേരുകൾ, ഹൻസാ പോലെ, ഹുതൈഅ പോലെ, ജാഹിൽ പോലെ, അങ്ങനെയൊക്കെയുള്ള വേറെ പേരിൽ അറിയപ്പെടുന്ന ആളുകളെ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് ജർവൽ ഇബ്നു ഔസ് എന്നാണ്. ശരിക്ക് അറിയപ്പെടുന്നത് ഹുതൈഅ ആണെങ്കിലും യഥാർത്ഥ പേര് ജർവൽ ഇബ്നു ഔസ് ആണ്. അബസ് ഗോത്രക്കാരനാണ്. അബൂ മലീക എന്നാണ് കുഞ്ഞത്ത്. ലഖബാണ് ഹുതൈഅ. ഹുതൈഅ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? ലിഖ്സരിഹി ഔ ലിസമാമതിഹി, അദ്ദേഹം പിന്നെ ചെറിയ മനുഷ്യനായിരുന്നു, അഥവാ ഷോർട്ടായിരുന്നു, കുള്ളനായിരുന്നു. ഔലിദമാമത്തി, അല്ലെങ്കിൽ അദ്ദേഹം കാണാൻ വിരൂപനായിരുന്നു. അതുകൊണ്ടാണ് ഹുതൈഅ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഹുവ ഷാഇറുൻ മുഖ്ദറമുൻ അദ്റക്കൽ ജാഹിലിയത വൽ ഇസ്ലാം. നമ്മൾ മുഖ്ദറമിങ്ങളാണല്ലോ പറയുന്നത്. അപ്പൊ മുഖ്ദറും ഷാഇറിങ്ങൾപ്പെട്ട ആളാണ്. ഫ അസ്ലമ വലാകിൻ യസുൽ ഇലാ ഖൽബിഹിൽ ഇസ്ലാം. മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ കൽബിലേക്ക് ഇസ്ലാം എത്തിയിരുന്നില്ല. അതിനുശേഷം പറയുന്നുണ്ട് ഒരുപാട് മുർത്തദാവുകയും പിന്നീട് ഇസ്ലാമിലേക്ക് വരികയും പിന്നീട് മുർത്തദാവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫശബ്ബ മഹ്റൂമൻ മദ്ലൂമൻ മദ്മൂമൻ ലാ യജിദു മദദൻ മിൻ അഹ്ലിഹി വലാ സനദൻ മിൻ ഖൗമിഹി. അദ്ദേഹം ജീവിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത ചുറ്റുപാട് എന്ന് പറയുന്നത് എല്ലാവരിൽ നിന്നും അകറ്റപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും മദ്ലൂമും ആക്രമിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നോ ഒരു സഹായമോ ഒരു സപ്പോർട്ടോ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം ആകെ ജീവിച്ചു പോയിരുന്നത് കവിത കൊണ്ടായിരുന്നു. അഥവാ ആളുകളോ പിന്നെ മദ്ഹ് ചെയ്തിട്ട് കവിത പാടുമ്പോൾ അവര് കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഹജാവ് ചെയ്യും. അപ്പം കിട്ടുന്ന പൈസകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഫൽത്തറ ഇല ശരി യജ്ലു ബിഹിൽ ഖൂത്ത്. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നത്. വയദ്ഫഉ ബിഹിൽ ഉദ്വാൻ. പിന്നെ ശത്രുക്കളെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നത്, അതിനൊക്കെ ഡിഫെൻഡ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ ഷിർ വെച്ചിട്ടാണ്, കവിത വെച്ചിട്ടാണ്. അപ്പൊ അസ്മായി ഇദ്ദേഹത്തെ വസ്ഫ് ചെയ്തുകൊണ്ട് പറഞ്ഞത് എല്ലാ മോശമായ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം സയ്യി അൽ ഖുലുഖ്, വളരെ മോശം സ്വഭാവം. ദനി അൻ നഫ്സ്, മോശമാണ്. ഫാസിദദ്ദീൻ കസീറ ഷർ ഖലീൽ അൽ ഖൈർ, ദീന് മോശമായ, ഷർറ് കൂടിയ, ഖൈറ് കുറഞ്ഞ, ബഖീലൻ ഖസീറൻ മുതദാഫി നസഫിൽ ഖബാലി, എല്ലാ നിലക്കുള്ള മോശമായ വിശേഷങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബഖീലാണ്, പിന്നെ നസബ് പോരാ, അങ്ങനെയൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസ്മഈ ഇദ്ദേഹത്തെ കുറിച്ച് ചെയ്ത വസ്ഫ് ഇതാണ്. ഖദ് ബലഅ മിൻ ലുഅ്മിഹി ഹുതൈഅ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വളരെ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ഹജ ചെയ്യുന്ന ആളാണ്. ഖദ് ബലഗ മിൻ ലുഅ്മിഹി അന്നഹു ഹജ ഉമ്മഹു വംറഅതഹു വബനീഹി ഹത്താ നഫ്സഹു. അദ്ദേഹം തന്റെ ഉമ്മയെയും തന്റെ ഭാര്യയെയും മക്കളെയും പോയി തന്നെ സ്വന്തം ശരീരത്തെ പോലും ഹജാ ചെയ്തിരുന്ന ഒരു സൈക്കോ ടൈപ്പ് ആയിരുന്ന ഒരു ഹജാ ചെയ്തിരുന്ന ഒരു കവിതയായിരുന്നു ഹുതൈഅ. അപ്പൊ ഇതിനെക്കുറിച്ച് ഹജായിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു വിശദീകരണം അവിടെ കൊടുത്തതാണ്. അൽ ഹജാ ഉൻ നൗആനി. ഹജാ ശരിക്കും രണ്ട് വിധമുണ്ട്. ഒന്ന് ഹജാ ഉൻ മത്ബൂൻ വ ഹജാ ഉൻ മസ്നൂൻ. പിന്നെ നാച്ചുറലായി വരുന്ന ഒരു ഹജാ ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായി വരുന്ന ഒരു ഹജാ ഉണ്ട്. എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് കവിതക്ക് വേണ്ടിയിട്ട് ഹജാ ചെയ്യും, അത് ആർട്ടിഫിഷ്യൽ ആണ്. ഒരു കവിത എഴുതാൻ വേണ്ടിയിട്ട് വളരെ മോശമാക്കിയിട്ടൊക്കെ എഴുതും, പക്ഷെ ആള് വളരെ നീറ്റ് ആയിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഹജാ എന്ന് പറയുന്നത് മത്ബൂ നാച്ചുറൽ ആയിരുന്നു. ഹുവ സമറത്തുൽ ഉമിൻ വ ഖുബ്സിൻ. ഇദ്ദേഹത്തിന്റെ ആ ഒരു നിന്ദതയും മോശത്തരം അതിൽ നിന്നൊക്കെ ഒരു ഫലമായിട്ട് വരുന്ന ഒരു ഹജാ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. യുഅ്തബറു മിൻ കിബാരി ശുഅറാഇ വംതാസ ബിൽ ഹജാ. പക്ഷെ ഇദ്ദേഹത്തിന്റെ കവിതകൾ ഒന്നാം നമ്പർ ആയിരുന്നു. ഹജാഇല് വളരെ വ്യതിരിക്തമായ ഒരു സ്ഥാനം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അക്സറു ശിഅരിഹി ഫിൽ മദ്ഹി വൽ ഹജാ. മദീഹിലും ഹജായിലും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ കവിതകൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷിഅറുൽ ഫുതൂൽ, ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഒരുപാട് കവിതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുർത്തദ്ദിന്റെ ആ ഒരു സമയത്ത് മുർത്തദ്ദിങ്ങളുടെ ഭാഗത്തുള്ള കവിയായിരുന്നു ഈ ഹുതൈഅ. കാന ഷാഇറൽ മുർത്തദ്ദീൻ. അദ്ദേഹം മുർത്തദ്ദീങ്ങളുടെ ഷാഇറായിരുന്നു. ലിദ്ദ അബീബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്തിനൊക്കെ എതിരായിട്ട് മുർത്തദ്ദീങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കവിയായിരുന്നു ഇദ്ദേഹം. ഫി ഹുറൂബിർ റിദ്ദ സുമ്മ ആദ ഇൽ ഇസ്ലാം. പിന്നീട് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സംഭവം പറയാണ്. സബർഖാൻ ഇബ്നു ബദർ സാഹിബുർ റസൂൽ വ ആമിൽ ഉമർ, നബിയുടെ സഹാബിയും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആമിലൊക്കെ ആയിരുന്ന സബർഖാൻ ഇബ്നു ബദർ എന്ന് പറഞ്ഞ ഒരാളെ ദമ്മ് ചെയ്തു. അങ്ങനെ ദമ്മ് ചെയ്ത സമയത്ത് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട്
പരാതിപ്പെടുകയും ഉമറുല്ലാഹുവിന് ഇദ്ദേഹത്തെ ഹബ്സ് ചെയ്യാൻ വേണ്ടി, ജയിലിലടക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഹിജാബ് കാരണത്താൽ അദ്ദേഹത്തെ ജയിലിലിട്ടു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഇനി ഹജാ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അഫു ചെയ്തു, അദ്ദേഹത്തെ വിട്ടയച്ചു. മാത്രമല്ല ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, വൈഖാൽ ഇന്നഹു ഇഷ്തറാ മിൻഹു, ഇത് ചോദ്യം വന്നിട്ടുണ്ട്, പലപ്പോഴും ചോദ്യം വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്നഹു ഇഷ്തറാ മിൻഹു ആറാദൽ മുസ്ലിമീൻ ബി 3000 ദിർഹം, 3000 ദിർഹം കൊടുത്തിട്ട് 3000 ദിർഹം തരാം, ഇനി മുസ്ലിമീങ്ങളെ കുറിച്ച് മോശമായ രീതിയിൽ പിന്നെ പാട്ട് പാടാൻ പാടില്ല, ഹജാ ചെയ്യരുത്, അല്ലെങ്കിൽ ഗസൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ക്യാഷ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ പിന്നെ അവിടുന്ന് വിടുന്നത്. ഇത് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഇഷ്തറക്കൽ ഹുതൈഅ ഫിൽ ജാഹിലിയ ഫി ഹർബി ദാഹിസ് വൽ ഗബ്ര, ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ദാഹിസ് വൽ ഗബ്ര യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. മാത്രമല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന് തഖ്വനെ കുറിച്ചും ഇൽമി സ്വാലിഹിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ കവിതയുണ്ട്. വലസ്തു അറ സആദത ജംഉ മാലിൻ വലാകിന്ന തുഖാ ഹുവ സഈദു, ഈ സആദത്ത് എന്ന് പറയുന്നത് പിന്നെ ജംഉ മാലാണ്, അതോ ഒരുപാട് പണം സമ്പാദിക്കലാണെന്ന് ഞാൻ കരുതുന്നില്ല. വലാകിന്ന തുഖാ ഹുവ സഈദു, തഖ്വയുള്ള ആളുകൾ അവരാണ് വിജയി. വതഖ്വല്ലാഹി ഖൈറു സാദിൻ സുഖ്റൻ വഇൻദല്ലാഹി ലിൽ അത്ഖാ മസീദു, ഏറ്റവും നല്ല സാദ് എന്ന് പറയുന്നത് തഖ്വയാണ്. മുത്തഖീങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാടുണ്ട് എന്നാണ്, ഒരുപാട് പ്രതിഫലം ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ജബർഖാൻ ഹജാ ചെയ്തിട്ടുള്ള ഒരു കവിതയുടെ ഒരു ശകലം ഇവിടെ കൊടുക്കുന്നുണ്ട്. ദഅൽ മകാരിമ ലാ തർഹൽ ബിഗിയതിഹാ വഖുദ് ഫഇന്നക അൻത താഇമുൽ കാസി, ഈ ഒരു കവിത പാടിയതിനു ശേഷമാണ് ഈ മകാരിമിനെ ഒന്നും നിങ്ങൾ നോക്കി പോകണ്ട, അതും തേടി പോകണ്ട, അതിന്റെ പാട്ടിൽ വിട്ടേക്ക്, നിങ്ങൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ തായിമും കാസിയും ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മോശമാക്കിയിട്ട് ഒരു ഹജായ് ചെയ്തതാണ്. ഈ ഒരു ഹജായിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ഉമറുല്ലാഹിനോട് പരാതി പറയുകയും അങ്ങനെ അദ്ദേഹത്തെ ജയിലിലടക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കവിയാണ് ഹുതൈഅ. ഇനിയും 1-2 പേരുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ബാക്കി തുടരാം. ഓക്കെ ആണോ? മനസ്സിലായോ?